ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പവി കെയർ ടേക്കർ എന്ന മൂവിയാണ്. ഒരു അപ്പാർട്ട്മെൻറ്റിലെ കെയർ ടേക്കറായ പവിയുടെ ജീവിതത്തിലേക്ക് ഒരു അപ്രതീക്ഷിതമായ സൗഹൃദം കടന്നു വരുന്നു. ഒറ്റയ്ക്കായി പോയ പവിയുടെ ജീവിതം പിന്നീട് മാറി മാറിയുന്നതിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. നമുക്ക് മൂവിയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കം തന്നെ പവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പട്ടിയായ ബ്രോയും കൂടി ബ്രോയിനെ ഒരു പെറ്റ് ക്ലിനിക്കിൽ കാണിക്കാനായിട്ട് കൊണ്ടുപോവാണ്. അത് കഴിഞ്ഞ് ആ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങുന്ന പവിയുടെ അടുത്തേക്ക് ഒരു പരിചയമില്ലാത്ത പെൺകുട്ടി വന്ന് ഫോൺ ചോദിക്കുന്നുണ്ട്. വീട്ടിലേക്കൊന്ന് അത്യാവശ്യമായിട്ട് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചാണ് വാങ്ങുന്നത്. എന്നിട്ട് കോളും ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നു. നഗരത്തിലെ ഒരു വലിയ ഫ്ലാറ്റിലെ കെയർ ടേക്കറായാണ് പവി ജോലി ചെയ്യുന്നത്. രാത്രിയിൽ സെക്യൂരിറ്റി ആയിട്ടും പവി അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. പവിയുടെ ജീവിതം എന്ന് പറയുന്നത് ആ ഒരു ബിൽഡിങ്ങും പിന്നെ ബ്രോയും അവിടുത്തെ ആൾക്കാരും ഒക്കെയാണ്. ഫ്ലാറ്റിലേക്ക് വരുന്ന പവി ജോലി കഴിഞ്ഞ് പോകുന്ന ലീനേനെയും ജീനേനെയുമാണ് കാണുന്നത്. അവർ രണ്ടുപേരും അവിടെ ഫ്ലാറ്റിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മാത്തൻ ചേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നു. മാത്തൻ ചേട്ടന് വീട്ടിലെന്തോ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, മോളുടെ പ്രസവമൊക്കെയാണ്. അങ്ങനെ പവിയുടെ അടുത്ത് നിന്ന് കടം ചോദിക്കുന്നു. പവി പൈസ കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പവി നേരെ പോകുന്നത് പവി താമസിക്കുന്ന വീട്ടിലേക്കാണ്. മറിയാമ്മ ചേട്ടത്തിയുടെ വീടിൻ്റെ മുകളിലാണ് പവി താമസിക്കുന്നത്. മറിയാമ്മ ചേട്ടത്തി ഒരു എക്സ് പോലീസുകാരിയാണ്. പവീനെ കണ്ടതോടെ മറിയാമ്മ ചേട്ടത്തി പവിയോട് പറഞ്ഞു, മുകളിൽ നല്ല സ്ഥലമുണ്ടല്ലോ, ഇനി ആരെങ്കിലും വാടകയ്ക്ക് താമസിക്കാൻ വന്നാൽ ഞാൻ എന്തായാലും കൊടുക്കുമെന്ന് പറയുന്നു. പവിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. പവി നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അല്ലറ ചില്ലറ അടുക്കള പണിയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് നേരെ കിടന്നുറങ്ങുന്നു. ഉറക്കം കഴിഞ്ഞ് ഫ്ലാറ്റിൽ വന്ന തൻ്റെ ജോലി തുടരുന്ന പവി കാണുന്നത് അനുവാദം കൂടാതെ ഏതോ ഒരു പെൺകുട്ടി ഫ്ലാറ്റിലേക്ക് കയറിപ്പോകുന്നതാണ്. പവി വേഗം തന്നെ ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് ദേഷ്യപ്പെടുന്നു. പിന്നീട് അവരുടെ ഇടയിൽ വാക്കുതർക്കമുണ്ടാകുന്നു. അതിൻ്റെ ഇടയിൽ അറിയാതെ പവിയുടെ കൈ തട്ടി ആ പെൺകുട്ടിയുടെ കയ്യിലിരുന്ന പച്ചക്കറി കവർ താഴെ വീഴുന്നു. ദേഷ്യം വന്ന പെൺകുട്ടി പവിയോട് പറയുന്നു, ഞാൻ എൻ്റെ ചേച്ചിയുടെ ഫ്ലാറ്റിലേക്കാണ് വന്നത്, മര്യാദയ്ക്ക് ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്നോണം, അല്ലെങ്കിൽ തൻ്റെ പേരിൽ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് കേട്ടപ്പോൾ പവിക്ക് പേടിയായി. പവി താഴെ വീഴുന്ന സാധനങ്ങളെല്ലാം എടുത്ത് പെൺകുട്ടിയുടെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. ലീനയാണ് ഡോർ തുറന്നത്. സൂപ്പർ മാർക്കറ്റിലെ ജോലി മാത്രമല്ല, ഇടയ്ക്ക് ഫ്ലാറ്റിലെ വീടുകളിലും ലീന ജോലി ചെയ്യാറുണ്ട്. പവി ആ പച്ചക്കറി കവറും കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവരുടെ ഫ്ലാറ്റിലെ ഓണാഘോഷമാണ്. എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കുന്നു. പവിയാണ് മുൻകൈ എടുത്ത് പരിപാടികളെല്ലാം നടത്തുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പവി ഫ്ലാറ്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനകി, അതായത് നേരത്തെ വഴക്കുണ്ടാക്കിയ കുട്ടിയിലെ ആ കുട്ടിയും ഒരു ആണും കൂടി അവർ ഫ്ലാറ്റിലേക്ക് കയറി പോകുന്നത് കാണുന്നത്. പവി നേരെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ലീനയോട്, അതായത് ആ ഫ്ലാറ്റിൽ ഈ പെൺകുട്ടിയുടെ ജാനകിയുടെ ചേച്ചി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ആരുമില്ലെന്ന് പവി മനസ്സിലാക്കുന്നു. അങ്ങനെ പവി എന്ത് ചെയ്യുന്നു, പിന്നീട് ഫ്ലാറ്റിലേക്ക് വന്ന ഈ ജാനകിയുടെ ചേച്ചിയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ലേറ്റായി വന്നതിന് ലീനയുമായി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പവിയുടെ അടുത്തേക്ക് ബാഗൊക്കെയായി ജാനകി വരുന്നത്. ജാനകിയെ കണ്ടപ്പോൾ തന്നെ പവിക്ക് ഫേസ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. കാരണം ഇന്നലെ രാത്രി ജാനകി ഒരാണിൻ്റെ കൂടെ ഫ്ലാറ്റിലേക്ക് പോകുന്നതൊക്കെ അവളുടെ ചേച്ചിയോട് പറഞ്ഞു കൊടുത്തതല്ലേ. ജാനകി പവിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, ഒരു ആണിനും പെണ്ണിനും ലവേഴ്സ് മാത്രമല്ല നല്ല സുഹൃത്തുക്കളായും ഇരിക്കാൻ പറ്റും. അങ്ങനെ നല്ല സുഹൃത്തുക്കൾ ഇല്ലാത്തതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. തനിക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നല്ലൊരു പെൺസുഹൃത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോകുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പവിക്ക് ആകെ കുറ്റബോധവും സങ്കടവും ഒക്കെ തോന്നി. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന പവിയെ കാണാനായിട്ട് മറിയാമ്മ ചേട്ടത്തി പവിയുടെ മുറിയിലേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു, നല്ലൊരു വാടകക്കാരെ കിട്ടി, അപ്പം ഈ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, നീ എന്തായാലും രാത്രി ഇവിടെ ഉണ്ടാവില്ലല്ലോ, അപ്പം നിനക്ക് പകലും ഉപയോഗിക്കാം, രാത്രി ആ വ്യക്തിക്കും ഉപയോഗിക്കാമെന്നും പറഞ്ഞ് മറിയാമ്മ ചേട്ടത്തി പോകുന്നു. പവിക്ക് ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. തൻ്റെ മുറിയിൽ വേറൊരാളോ, അത് പവിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പവി എന്ത് ചെയ്യുന്നു, മുറി കയറി കുറേ നോട്ട്സ് അവിടെ ഇവിടെ എല്ലാം എഴുതി ഒട്ടിച്ച് വെച്ചു. അതായത് തൻ്റെ ബെഡിൽ കിടക്കരുത്, തൻ്റെ സാധനങ്ങൾ തൊടരുത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പവി എന്ത് ചെയ്തു, ആ വീട് മുഴുവൻ അലങ്കോലമാക്കി, സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടു. അങ്ങനെ ഈ ശല്യം സഹിക്കാൻ വയ്യാതെങ്കിലും ആ പുതിയ വാടകക്കാരൻ പോട്ടെ എന്ന ഭാവത്തിലാണ് പവി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അന്നത്തെ ഫ്ലാറ്റിലെ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്ന പവി കാണുന്നത് പഴയതിലും വൃത്തിയായ തൻ്റെ വീടിനെയാണ്. ആ സമയത്ത് പവീനെ അന്വേഷിച്ച് കുറച്ച് പോലീസുകാരെത്തുന്നു. എന്നിട്ട് അവർ പവീനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അതായത് പവി ജോലി ചെയ്യുന്ന ഫ്ലാറ്റിൽ ഒരു ചെറുക്കനുണ്ട്. അവൻ കുറച്ച് കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അവനെ കാണാൻ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവർ ആ ഫ്രണ്ട്സിനെ കാണിച്ചിട്ട് അവരെ അറിയുമെന്ന് ചോദിക്കാനാണ് പവീനെ വിളിച്ചത്. പവി അറിയാമെന്നും പറയുന്നു. അങ്ങനെ ആ ചെറുക്കന് പവിയോട് ദേഷ്യം തോന്നുന്നു. പവി അവിടെ നിന്ന് പോകുന്നു. ഇതിനുശേഷം പവി തൻ്റെ വീട്ടിലേക്ക് ഉറങ്ങാനായിട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പവി ആ കാഴ്ച കണ്ടത്. നീളമുള്ള മുടി. പവി നേരെ ആ മുടിയുമായിട്ട് മറിയാമ്മ ചേട്ടത്തിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, കണ്ടോ ഇവിടെ താമസിക്കുന്ന ആ ചെറുക്കൻ ഇവിടെ സ്ത്രീകളെയൊക്കെ വിളിച്ച് കയറ്റാറുണ്ട്, കണ്ടോ മുടിയൊക്കെ എന്ന്. അപ്പോഴാണ് ആ സത്യം മറിയാമ്മ ചേച്ചി പറയുന്നത്, എടാ ഇവിടെ താമസിക്കുന്ന പുരുഷനൊന്നുമല്ല, ഒരു സ്ത്രീയാണെന്ന്.
അത് കേട്ട് പവി ഞെട്ടുന്നു. പവി വേഗം തന്നെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്ന നോട്ടെല്ലാം എടുത്ത് മാറ്റുന്നു. അങ്ങനെ തൻ്റെ ഡ്രസ്സും തൻ്റെ സാധനങ്ങളൊക്കെ മാറ്റി പവി വീട് ക്ലീനാക്കി വെക്കുന്നു. പവി നേരെ മറിയാമ്മ ചേട്ടത്തിയുടെ അടുത്തേക്ക് വീണ്ടും പോകുന്നു. പെൺകുട്ടിയാന്ന് പറഞ്ഞു, പക്ഷേ ചെറുപ്പക്കാരിയാണോ വയസ്സുള്ള ആളാണോ അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനാണ് പോകുന്നത്. പക്ഷെ മറിയാമ്മ ചേട്ടത്തി കുറച്ച് കലിപ്പിലാണ്. ഒരു ഡീറ്റെയിൽസും കൊടുത്തില്ലെന്ന് മാത്രമല്ല ആ പെൺകുട്ടി ഇവിടെ ഉള്ള സമയത്ത് ഇങ്ങോട്ട് കണ്ടുപോകരുതെന്നും പവിയോട് പറഞ്ഞു. പവി മുറിയിലേക്ക് ചെന്നപ്പോൾ തന്നെ ഒരു നോട്ട് എടുത്ത് എഴുതാൻ തുടങ്ങി. അതായത് ആ പെൺകുട്ടിയോട് സോറി പറഞ്ഞുള്ള ഒരു നോട്ടാണ്. അതായത് താൻ പുരുഷനാണ് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കുന്നത്, സോറിയൊക്കെ പറഞ്ഞൊരു നോട്ട് എഴുതി അവിടെ വെച്ചു. അത് കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് ചെന്ന പവി പുതിയൊരു പാട്ട് ടീച്ചർ വന്നിട്ടുള്ള കാര്യം അറിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നത്. ആ പാട്ട് ടീച്ചർ മറ്റാരുമല്ല, പവീനെ അന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ചൊരു പെൺകുട്ടി മൊബൈലെല്ലാം ചോദിച്ചില്ലേ ഫോൺ വിളിക്കാനായിട്ട്, അതേ പെൺകുട്ടി തന്നെയാണ്. അങ്ങനെ പവി കുറച്ച് നേരം ആ പെൺകുട്ടിയുടെ പാട്ടൊക്കെ ആസ്വദിച്ച് നിന്നു. ഇതിൻ്റെ ഇടയിൽ ജീന ലീനയോട് പറയുന്നുണ്ട്, വലിയ പാട്ടൊന്നും വലിയ രസമൊന്നും ഇല്ലല്ലേന്ന്. അപ്പം ജീന പറയുന്നു അങ്ങനെയൊന്നുമില്ല, നല്ല പാട്ടാണെന്ന്. അന്നത്തെ ദിവസത്തെ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയ പവീനെ കാത്ത് ആ കത്തിരിപ്പുണ്ടായിരുന്നു. അതായത് പെൺകുട്ടി എഴുതി വെച്ചതാണ്. അതായത് സെക്യൂരിറ്റി ഓഫീസർക്ക് എന്താ ഇവിടെ കാര്യം, ആ ഫ്ലാറ്റിൽ തന്നെ താമസിച്ച പോലെയെന്ന്. പവി അതിന് മറുപടിയായിട്ട് എഴുതി. അതായത് ഈ ബ്രോ, അതായത് അവ പട്ടി ഉള്ളതുകൊണ്ടാണ് അവിടെ താമസിക്കാൻ പറ്റാത്തത്, പട്ടിക്ക് വേണ്ടി മാത്രമാണ് ഈ വീട് എടുത്തതെന്ന്. പവി ഈ ഫ്ലാറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ചെറുപ്പക്കാരൻ വരുന്നത്. അതായത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ട അതേ ചെറുപ്പക്കാരൻ. പോലീസിനോട് തൻ്റെ കൂട്ടുകാർ ഇവിടെ വരുന്ന കാര്യം പറഞ്ഞു കൊടുത്തതിന് പവിക്ക് കാരണം കുറ്റിയിട്ട് നല്ല അടിയും കൊടുത്തു. പവിക്കതൊരു നാണക്കേട്, ആൾക്കാരുടെ മുമ്പിലെല്ലാം വെച്ച് തന്നെ തല്ലിയതല്ലേ. പവി നേരെ അവരുടെ ടെറസിൻ്റെ അവിടെ പോയി സങ്കടപ്പെട്ട് നിന്നു. ഇതിൻ്റെ ഇടയിൽ പവീനെ ആശ്വസിപ്പിക്കാനായിട്ട് മാത്തൻ ചേട്ടൻ അങ്ങോട്ട് വന്നു. ഇതിൻ്റെ ഇടയിൽ പവി തൻ്റെ വിഷമമൊക്കെ പറയുന്നു. അതായത് തനിക്ക് ആരുമില്ലാത്ത, ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു വല്ലാത്ത ഇതാണ്. ശരിക്കും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ്, തനിക്കത് ആരും അങ്ങനെ ഇല്ല എന്നെല്ലാം പറഞ്ഞ് അവിടെ ഇരുന്ന് സെൻഡ് ആവുന്നുണ്ട്. ആ സംഭവത്തിന് ശേഷം വീട്ടിലേക്ക് പോയ പവി കണ്ടത് തനിക്ക് വേണ്ടി ആ പെൺകുട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. കൂടെ ഒരു കത്തും. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കാം എന്നാണ്. ഇത് വായിച്ചതോടെ പവിക്ക് കുറച്ച് സന്തോഷമൊക്കെ. പവി നേരെ ഫ്ലാറ്റിലേക്ക് ചെന്നിട്ട് ലീനേനെ ജീനനെ കാണാനായിട്ട് സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുന്നു. പവിക്ക് പതിവില്ലാതെ എന്തോ ഒരു സന്തോഷം പവിയുടെ മുഖത്ത് ഇവർ കാണുന്നു. പവി ഇപ്പോൾ പഴയതുപോലെ ഒന്നും അല്ല കേട്ടോ, നല്ല ഹാപ്പിയിലാണ്. അങ്ങനെ ആ പെൺകുട്ടി പറഞ്ഞ പോലെ കടയിൽ പോയി വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ പവി വാങ്ങുന്നുണ്ട്. പച്ചക്കറി മാത്രമല്ല കേട്ടോ, പാത്രങ്ങളും അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും പവി വാങ്ങി വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഈ കുറിപ്പിലൂടെ അവർ രണ്ടുപേരുടെയും ഇടയിലുള്ള സൗഹൃദവും വളരുന്നു. എന്നാലും ഇതുവരെ ആ പെൺകുട്ടീനെ നേരിട്ട് മാത്രം കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ പെൺകുട്ടി എങ്ങനെ ഇരിക്കുമെന്ന് അറിയാനായിട്ട് പവി ഇങ്ങനെ മറിയാമ്മ ചേച്ചീനെ സോപ്പിട്ടൊക്കെ തന്ത്രത്തിൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നൊന്നുമില്ല. ആ പെൺകുട്ടി മാത്രമല്ല കേട്ടോ, ആ പെൺകുട്ടിക്ക് വയ്യാതായ ദിവസം പവി പെൺകുട്ടിക്ക് വേണ്ട ഫുഡും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പവി ഇപ്പോൾ ആളാകെ മാറി, ഇപ്പോൾ ഫുൾ ടൈം ഹാപ്പിയിലാണ്. ഇതിൻ്റെ ഇടയിൽ പവി രാത്രി ആ പെൺകുട്ടീനെ കാണാനായിട്ട് ആരും അറിയാതെ മതിലൊക്കെ ചാടാൻ ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഏറ്റില്ല, എല്ലാം പാളിപ്പോയി. പിന്നീട് എഴുതിയ കുറിപ്പിൽ പവി തൻ്റെ നമ്പറൊക്കെ എഴുതി വെക്കുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടി മറിയാമ്മ ചേട്ടത്തിയുടെ ഫോണിൽ നിന്ന് പവിക്കൊരു പാട്ട് പാടി അയക്കുന്നുണ്ട്. നമ്പർ കിട്ടാനുള്ള വഴിയും അവിടെ പാളി. ആ പെൺകുട്ടീനെ എങ്ങനെയെങ്കിലും നേരിട്ട് കാണണമെന്ന ആഗ്രഹത്തോടെ നടക്കുവാണ് പവി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയൊരു അതിഥി ആ വീട്ടിലേക്ക് വരുന്നത്, മറിയാമ്മ ചേട്ടത്തിയുടെ അമേരിക്കയിലുള്ള കൊച്ചുമോൻ. പിന്നീട് ആ പെൺകുട്ടി പവിക്ക് വെച്ച കുറിപ്പിൻ്റെ ഒപ്പം മറിയാമ്മ ചേട്ടത്തിയുടെ കൊച്ചുമോൻ തന്ന് ചോക്ലേറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. പവിക്ക് ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. പവി ആ ചോക്ലേറ്റൊക്കെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് പവി എന്ത് ചെയ്തു, ഒരു പേപ്പർ എടുത്തിട്ട് ആ ചെറുക്കനെ പറ്റി കുറേ കുറ്റമാവും, കൊള്ളില്ല, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് എഴുതി ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് വെച്ചു. പക്ഷെ ആ മറിയാമ്മ ചേട്ടത്തിയുടെ കൊച്ചുമോൻ ഈ കത്തെടുത്ത് വായിച്ചു. അവൻ ആകെ ഫീലായി. അവൻ പവീനെ കുറേ തെറിയും പറഞ്ഞിട്ട് പോയി. രാത്രിയായപ്പോൾ മറിയാമ്മ ചേട്ടത്തിയുടെ കൊച്ചുമോൻ ഈ പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോഴാണ് ബ്രോ ഇത് കണ്ടതും ബ്രോ ഈ ചെറുപ്പക്കാരനെ ആക്രമിക്കുന്നതും. പക്ഷെ ഇത് ശരിക്കും നടന്ന സംഭവമല്ല കേട്ടോ, ഇത് പവി ഇരുന്ന് സ്വപ്നം കാണുന്നതാണ്. ഈ സ്വപ്നം കണ്ടതോടെ പവിയുടെ ഉള്ള മനസ്സമാധാനം പോയി. ഒട്ടും താമസിക്കാതെ തന്നെ പവി നേരെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. അതായത് ആ ചെറുക്കൻ വല്ല മുകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് അറിയാൻ. അപ്പോഴാണ് അതേ സമയം അങ്ങോട്ടേക്ക് പോലീസ് വണ്ടി വരുന്നത്. പവി അവിടെ താമസിക്കണമെന്നാണെന്ന് പറഞ്ഞിട്ട് പോലീസുകാർക്ക് വിശ്വാസം വരുന്നില്ലായിരുന്നു. അവസാനം മറിയാമ്മ ചേട്ടത്തിനെ വിളിച്ചു കഴിഞ്ഞിട്ടാണ് ഇവർക്ക് വിശ്വാസം വന്നത്. പിന്നെ ഇവർ വെറുതെ വിട്ടുവനെ. തൻ്റെ ഈ അജ്ഞാത സുഹൃത്തിന് പവി ഒരു ഗിഫ്റ്റ് വാങ്ങി, ഒരു അടിപൊളി വാച്ച്. എന്നിട്ട് അന്ന് എഴുതിയ കുറിപ്പിൻ്റെ ഒപ്പം ആ വാച്ച് വെച്ചു. എന്നിട്ട് പറഞ്ഞു തനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് സമ്മാനമായി സ്വീകരിക്കാമെന്ന്. അങ്ങനെ പവി വന്നപ്പം ആ പെൺകുട്ടിയുടെ കത്ത് കണ്ടു. അതായത് തനിക്ക് ഇഷ്ടപ്പെട്ടു, താൻ ആ സമ്മാനം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ്.
പിന്നീടുള്ള പവിയുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ പോയി അതായത് തൻ്റെ വീടിൻ്റെ വഴിയുടെ അവിടെ നിന്നു. അതായത് ആ വാച്ചും കെട്ടി വരുന്ന പെൺകുട്ടി ഏതാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ പവിയുടെ ആ പ്ലാനും നടന്നില്ല. അന്നത്തെ പോലീസ് സ്റ്റേഷനിലെ സംഭവം ഓർക്കുന്നില്ല. അതായത് ആ ഫ്ലാറ്റിൽ ഒരു ചെറുക്കനെ കാണാൻ കുറേ പേര് അവിടെ വരുന്ന കാര്യം പവി പറഞ്ഞതൊക്കെ. അതേ ഗുണ്ടകൾ ഈ ചെറുപ്പക്കാരനുമായിട്ട് ഇപ്പം എന്തോ പ്രശ്നത്തിലാണ്. ഇവനെ അടിക്കാനായിട്ട് അവരൊരു വണ്ടി നിറച്ചും ആൾക്കാർ വരുന്നു. പക്ഷെ പവി അവിടെ പോയി അവരെ എതിർക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ആളുകളെല്ലാം ഞെട്ടിയ സംഭവം. പവി അവരെ തിരിച്ചടിക്കുന്നുണ്ട്. അത്രയും ഗുണ്ടകളെ പവി ഒറ്റയ്ക്ക് നിന്ന് തിരിച്ചടിച്ച് ഓടിക്കുന്നുണ്ട്. ഈ ചെറുപ്പക്കാരനാണെങ്കിൽ ഭയങ്കര കുറ്റബോധം. അന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പവീനെ അടിച്ചിട്ടും തനിക്കൊരു ആപത്ത് വന്നപ്പോൾ പവി തന്നെയല്ലേ ഉണ്ടായത് രക്ഷിക്കാൻ. അങ്ങനെ പവിയോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. പവി ചെറുക്കനെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോന്നു. വീട്ടിലെത്തിയ പവിയെ കാണാനായിട്ട് മറിയമ്മ ചേട്ടത്തി റൂമിലേക്ക് വരുന്നു. എന്നിട്ട് മറിയമ്മ ചേട്ടത്തി പറയുന്നു, അതായത് തൻ്റെ കൊച്ചുമോൻ അമേരിക്കയ്ക്ക് പോവാണ്, അപ്പോൾ അവൻ്റെ കൂടെ താനും പോവാന്ന്. പവിക്കാണെങ്കിൽ വന്ന സന്തോഷം. ഇനിയിപ്പോൾ താനും അവളും മാത്രമല്ലേ ഉള്ളൂ ഈ വീട്ടിൽ. അങ്ങനെ പവിക്ക് മറിയമ്മ ചേട്ടത്തിയുടെ കൊച്ചുമോനുള്ള പിണക്കമൊക്കെ മാറ്റി. രണ്ടുപേരും ഒന്നിച്ച് മറിയമ്മ ചേട്ടത്തിക്ക് വേണ്ട പെട്ടിയൊക്കെ വാങ്ങാൻ പോയി. ഇതിൻ്റെ ഇടയിൽ പവി തൻ്റെ സങ്കടമൊക്കെ ഇവനോട് പറഞ്ഞു. അതായത് തനിക്ക് ആ പെൺകുട്ടിയെ കാണാൻ പറ്റാത്തതിനുള്ള വിഷമമല്ല. അങ്ങനെ അവൻ പറഞ്ഞു, ഇനി എന്തായാലും ലേറ്റ് ആക്കണ്ട, മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയണമെന്നല്ല ഉപദേശവും അവൻ കൊടുത്തു. അങ്ങനെ ആ ദിവസം വന്നെത്തി. മറിയമ്മ ചേട്ടത്തിയും കൊച്ചുമോനും അമേരിക്കയ്ക്ക് പോവാണ്. പവി നല്ല സന്തോഷത്തിലാണ്. പവിയുടെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായില്ല. മറിയമ്മ ചേട്ടത്തി തൻ്റെ പഴയ സുഹൃത്തായ പുരുഷനെ വീട് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. പവിക്ക് അവിടെയും പാളി. അങ്ങനെ പവി എങ്ങോട്ട് പോകുമ്പോഴാണ് പവിയുടെ സുഹൃത്തായ രതീഷിനെ വഴിയിൽ വെച്ച് പവി കാണുന്നത്. രതീഷ് പവിനെ കളിയാക്കുന്നുണ്ട്. ഞങ്ങളറിയാതെ നീ കല്യാണമൊക്കെ കഴിച്ചല്ലേ, വീട്ടിൽ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ. പവി വേഗം രതീഷിനെ കുട്ടി ഒരു ഹോട്ടലിൽ പോയി. എന്നിട്ട് അവന് കഴിക്കാൻ വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് അവളിൽ നിന്ന് കുറച്ച് വിവരം ചോർത്താനായിരുന്നു പവിയുടെ ലക്ഷ്യം. അതായത് ആ പെൺകുട്ടീനെ കാണാൻ എങ്ങനെയുണ്ട്, അവളെ തന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അങ്ങനെ രതീഷ് പറഞ്ഞു, കാണാൻ അടിപൊളിയാണ്, പവിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമൊക്കെയാണ്. ഇത് കേട്ടപ്പോൾ പവിക്ക് നല്ല സന്തോഷം. വീട്ടിലെത്തി പവി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ബ്രോയോട് പറഞ്ഞു. അതായത് ഇനി വെച്ച് താമസിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, അവളോട് നേരിട്ട് ചോദിക്കാൻ പോവാ, തന്നെ കാണാൻ പറ്റുമോ എന്നെല്ലാം പറഞ്ഞ് പവി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് പവി ആ കത്ത് കാണുന്നത്, ആ പെൺകുട്ടിയുടെ കത്ത്. അതെടുത്ത് നോക്കിയപ്പോൾ ആ പെൺകുട്ടി അതിൽ എഴുതിയിരിക്കുന്നത്, നമുക്ക് ഇനിയെങ്കിലും നേരിട്ട് കണ്ട് ഇത്ര ദിവസമായില്ലേ, താൻ മനസ്സിലാഗ്രഹിച്ചത് ആ പെൺകുട്ടി പറയുന്നുണ്ടല്ലോ. പവിയുടെ സന്തോഷം ഇരട്ടിയായി. അന്ന് ഡ്യൂട്ടിയുടെ സമയത്തെല്ലാം പവിയുടെ ചിന്ത ഇനി ആ പെൺകുട്ടീനെ നേരിട്ട് കാണാമല്ലോ എന്നായിരുന്നു. പവി നിലത്തൊന്നുമല്ല, ഭയങ്കര സന്തോഷത്തിലാണ്. അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ പവിയെ കാത്ത പെൺകുട്ടിയുടെ കുറിപ്പുണ്ടായിരുന്നു. അതിൽ എഴുതിയിരിക്കുന്നത്, നമുക്ക് നേരിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ, നമ്മൾ പലതവണ കണ്ടിട്ടുണ്ടെന്ന്. ഇങ്ങനെ പവി ഇങ്ങനെ ആലോചിച്ച് അത് ഏതായിരിക്കും പെൺകുട്ടി. അപ്പോഴാണ് പവി ആ ബാഗ് കണ്ടത്. അത് ജാനകിയുടെ കയ്യിലിരുന്ന അതേ ബാഗാണല്ലോ. അപ്പോൾ പവിക്ക് മനസ്സിലായി, തനിക്ക് ഇത്രയും നാൾ കുറിപ്പ് എഴുതി ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി ജാനകിയാണല്ലേ. ആ കുറിപ്പിന് മറുപടി എണ്ണ വണ്ണം പവി എഴുതി, ഓഹോ, അപ്പോൾ താൻ ജാനകിയായിരുന്നല്ലേ, ഞാൻ കണ്ടുപിടിച്ചു, ഇനിയെങ്കിലും ഈ ഒളിച്ചുകളി മതിയാക്കി മുന്നിലേക്ക് വാന്നാണ് പവി എഴുതിയത്. പതിവിനേക്കാളും സന്തോഷത്തിൽ അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പവീൻ വീട്ടിൽ വന്നപ്പോൾ പവീനെ കാത്തിരുന്നത് ഒരു ദുഃഖകരമായ വാർത്തയായിരുന്നു. അതായത് ആ പെൺകുട്ടി അവിടെ നിന്ന് താമസം മതിയാക്കി പോയെന്ന്. പവിക്ക് ആകെ ഷോക്കായി. പവി പുരുഷൻ ചേട്ടനോട് ചോദിച്ചു, എന്താ കാരണമെന്ന് വല്ലതും പറഞ്ഞു എന്ന്. പുരുഷൻ ചേട്ടൻ പറഞ്ഞു, എന്നോടൊന്നും പറഞ്ഞില്ല, താൻ വാങ്ങിച്ചു കൊടുത്ത എന്തൊക്കെയോ സാധനം, വാച്ചോ എന്തൊക്കെയോ സാധനത്തിൻ്റെ പൈസയൊക്കെ തന്നിട്ടാണ് പോയതെന്ന് പറഞ്ഞു. ആ വേദന പവിക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. അന്ന് ഡ്യൂട്ടിക്ക് വന്ന പവീനെയും കാത്ത് മാത്തൻ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. മോള് പ്രസവിച്ചു, അത്യാവശ്യമായിട്ട് പൈസ വേണം. പവി തൻ്റെ ATM കാർഡ് ചേട്ടന് കൊടുത്തു. താൻ സ്വപ്നം കണ്ട ജീവിതം തകർന്നൊടിഞ്ഞേണ്ട നിരാശയിലായിരുന്നു പവി. പിന്നീട് പവിക്ക് അവിടെ ഇരിക്കാൻ സാധിച്ചില്ല. പവി വേഗം തന്നെ വീട്ടിലേക്ക് പോയി. തിരിച്ച് ഫ്ലാറ്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ആംബുലൻസ് പോകുന്നത് കണ്ടു. കുറേ ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. പവി വന്നപ്പോഴേക്കും എല്ലാവരും, നീ ഫോണും വെച്ചിട്ട് എവിടെ പോയിരിക്കുമായിരുന്നടാ എന്ന് വഴക്ക് പറഞ്ഞു. അപ്പോഴാണ് പവി ആ കാര്യം അറിയുന്നത്. അതായത് അവരുടെ ഫ്ലാറ്റിലെ ബാൽക്കണിയിൽ എപ്പോഴും ഒരു അമ്മച്ചി ഉണ്ടാവുമല്ലോ. ആ അമ്മച്ചി ലിഫ്റ്റിൽ കയറിയപ്പോൾ കറണ്ട് പോയി, ബോധം കെട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ജനറേറ്ററിൻ്റെ റൂമിൻ്റെ കീ പവിയുടെ അടുത്താണ്. അത് കിട്ടാൻ വേണ്ടിയാണ് പവീനെ വിളിച്ചത്. പക്ഷെ പവി ഫോൺ അവിടെ വെച്ചിട്ടാണല്ലോ വീട്ടിലേക്ക് പോയത്. എല്ലാവരും പവീനെ കുറ്റം പറഞ്ഞു. ഇതും കൂടി കേട്ടപ്പോൾ പവി ആകെ തകർന്നു പോയി. വിഷമിച്ചിരുന്ന പവിയുടെ അടുത്തേക്ക് ആ ഫ്ലാറ്റിലുണ്ടായിരുന്ന ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് എന്തോ വിഷമമുള്ളതുപോലെ തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സാരമില്ല, നീ ലീവ് എടുത്ത് കുറച്ച് നാൾ നാട്ടിൽ പോയി നിൽക്കുക, അപ്പോൾ പിന്നെ എല്ലാം ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. പവി പറഞ്ഞു, അതെ, എനിക്ക് ഇവിടെ നിന്ന് എന്തായാലും ഇനി മാറി നിൽക്കണമെന്ന്. അങ്ങനെ പവി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി.
പിറ്റേന്ന് പവി ബ്രോയെയും കൂട്ടി അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ആ കുട്ടിക്ക് ബ്രോയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പവി ആ ബ്രോയെ ആ കുട്ടിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവാം, ബ്രോയിനെ കൊണ്ടുപോകാനായിട്ട് എനിക്കൊരു വീടില്ല, അതുകൊണ്ട് നീ ഇനി മുതൽ ബ്രോയെ നോക്കിക്കോണമെന്ന് പറഞ്ഞ് ബ്രോയിനെ ഏൽപ്പിച്ചിട്ട് ആ കുട്ടിക്ക് ഏൽപ്പിച്ചിട്ട് പവി വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് പുരുഷൻ ചേട്ടൻ പവിക്കൊരു ലെറ്റർ കൊണ്ട് തന്നത്. അത് തുറന്നു നോക്കിയ പവി ആകെ ഞെട്ടി. അത് ജാനകിയുടെ കല്യാണത്തിൻ്റെ കുറിയായിരുന്നു. പവി നോക്കിയപ്പോൾ ഇനി കുറച്ച് നേരം കൂടിയേ ഉള്ളൂ, അപ്പോഴേക്ക് കല്യാണം നടക്കും. പവി വേഗം തന്നെ സ്കൂട്ടർ എടുത്ത് ആ കല്യാണ മണ്ഡപം ലക്ഷ്യമാക്കി പോയി. ബ്രോയാണെങ്കിൽ പവിയുടെ പുറകെ തന്നെയുണ്ട്. അങ്ങനെ പവിക്ക് കല്യാണത്തിന് മുമ്പ് തന്നെ അവിടെ എത്താനായിട്ട് സാധിച്ചു. ജാനകി പവീനെ കണ്ടപ്പോൾ ക്യാഷ്വലായിട്ടൊന്ന് ചിരിച്ചു. പവി നേരെ ജാനകിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ ഇതിനു വേണ്ടിയായിരുന്നല്ലോ എന്നെ വെറുതെ വിഡ്ഢിയാക്കിയത്, നിനക്ക് ഇങ്ങനെ കല്യാണം കഴിക്കണമെങ്കിൽ അത് എന്നോട് നേരിട്ടങ്ങ് പറഞ്ഞു പോയിക്കൂടായിരുന്നു, എന്തിനാണ് എന്നെ വെറുതെ ആശിപ്പിച്ചതെന്ന്. അപ്പോൾ ജാനകിക്കൊന്നും മനസ്സിലാവുന്നില്ല, പവി എന്തൊക്കെയാണ് ഈ പറയുന്നത്. അങ്ങനെ ബഹളം കേട്ട് ജാനകിനെ കെട്ടാനിരുന്ന ചെറുക്കനും അവിടെ വന്നു. അങ്ങനെ അതൊരു എല്ലാവരും കൂടി ഒരു വാക്കുതർക്കവും ഒക്കെയായി. ചെറുക്കൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ടാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇനി ജാനകി എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രശ്നം വലിയൊരു കലഹത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചു. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാത്ത ജാനകി മാറിയിരുന്ന് കരയുകയാണ്. അപ്പോൾ പവി ബ്രോയെ നോക്കുമ്പോഴാണ് ബ്രോ പുറത്ത് നോക്കിയിരുന്ന് കുരയ്ക്കുന്നത്. നോക്കുമ്പോൾ 3 പെൺകുട്ടികൾ വരുന്നുണ്ട്. അത് ലീനയും ജീനയും പിന്നെ അവരുടെ ഫ്ലാറ്റിൽ പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചറുമാണ്. അപ്പോൾ പവിക്ക് മനസ്സിലായി ഇതിലേതോ ആണ് ആ പെൺകുട്ടി, അതുകൊണ്ടല്ലേ ബ്രോ ഇങ്ങനെ കുരയ്ക്കുന്നത്. ബ്രോ വേഗം പോയി ലീനയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് പവിക്കത് മനസ്സിലായത്. ലീനയായിരുന്നു ഇത്രയും നാൾ പവിക്ക് കുറിപ്പ് എഴുതിക്കൊണ്ടിരുന്ന അവളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ആ പെൺകുട്ടി. പവി നേരെ ലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, നീയായിരുന്നു അവിടെ താമസിച്ച ആളെന്ന്. അപ്പോൾ ലീന പവിയോട് തിരിച്ചു ചോദിച്ചു, അതെന്താ ഞാൻ ആയിക്കൂടെ എന്ന്. വീട്ടിലെന്തോ പ്രശ്നം ആയതുകൊണ്ട് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ലീന അവിടെ നിന്ന് ഇറങ്ങിയത്. വേറെ താമസ സ്ഥലമൊന്നും കിട്ടാതെ ലീന നേരെ ചെന്നത് മറിയമ്മ ചേട്ടത്തിയുടെ ആ വീട്ടിലേക്കായിരുന്നു. പിന്നെ പവീനെ പോലെ തന്നെ ഒറ്റപ്പെട്ടു പോയ ലീനയ്ക്ക് പവിയോടൊരു സ്നേഹം തോന്നി. അങ്ങനെ അവർ കത്തുകളിലൂടെ കൂട്ടായി. ലീനയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ബ്രോയുമായിട്ട് നല്ല അടുപ്പത്തിലുമായി. പിന്നെ ആ ജാനകിയുടെ ബാഗ്, അത് ജാനകിയുടെ ചേച്ചി ലീനയ്ക്ക് കൊടുത്തതാണ് ആ ബാഗ് കണ്ടാണ് പവി തെറ്റിദ്ധരിച്ചത്. ആ പെൺകുട്ടി ജാനകിയാണെന്നുള്ള ചോദ്യം ലീനനെ തളർത്തി. ഇനി പവിയുടെ മനസ്സിൽ ജാനകി ആയിരിക്കുമോ എന്ന തോന്നലാണ് ലീന അവിടെ നിന്നും ഇറങ്ങിയത്. ലീന തന്നെയാണ് ജാനകിയുടെ കല്യാണക്കുറി പവിക്ക് കൊടുക്കാനായിട്ട് അവിടെ ഏൽപ്പിച്ചത്. പവിക്ക് തന്നെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല എന്ന തോന്നലുകൊണ്ടാണ് താൻ അവിടെ നിന്ന് ഇറങ്ങിയതെന്ന് ലീന പവിയോട് പറഞ്ഞു. അപ്പോൾ പവി ലീനയോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു രൂപത്തെ അല്ല സ്നേഹിച്ചത്, ആ കത്തുകൾ എഴുതിയ ആ പെൺകുട്ടി ആ ഒരു സുഹൃത്തിനെയാണ് ഞാൻ സ്നേഹിച്ചത്, അല്ലാണ്ട് രൂപമൊന്നും എനിക്കൊരിക്കലും പ്രശ്നമല്ലെന്ന്. ഇതും പറഞ്ഞ് പവി ലീനനെ കെട്ടിപ്പിടിച്ചു. ബ്രോയും അവരുടെ അടുത്തേക്ക് വന്നു. കണ്ടു നിന്ന ജീനയ്ക്കും പാട്ട് ടീച്ചറിനും ഭയങ്കര സന്തോഷമായി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ജാനകി പവിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പവി ജാനകിയോട് പറഞ്ഞു, പെങ്ങൾക്ക് നല്ല അടിപൊളി ജീവിതമാണ് കിട്ടിയത്, നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് നല്ല അടിപൊളിയായി ജീവിക്കാമെന്ന്. അങ്ങനെ പവിയും ലീനയും ബ്രോയും കൂടി അവരുടെ പുതിയ ജീവിതയാത്ര ആരംഭിക്കുകയാണ്.